Hello everyone, welcome to Jupiter CUT. It's me Nafi. എല്ലാവർക്കും മക്കളെ Jupiter CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അണ്ടർ വരുന്ന പ്രധാനപ്പെട്ട ഗേൾസ് ഓൺലി കോളേജുകൾ ഏതൊക്കെ അല്ലെങ്കിൽ വിമൻസ് കോളേജ് ഏതൊക്കെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള സൊല്യൂഷനുമായിട്ട് വന്നിട്ടുള്ളത് രണ്ട് കോളേജിലുണ്ട്. മിറാണ്ട ഹൗസും അതുപോലെ ലേഡി ശ്രീറാം കോളേജും. രണ്ട് കോളേജും യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അപ്പോൾ ഈ കോളേജുകളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗേൾസ് ഓൺലി അല്ലെങ്കിൽ ഗേൾസിന് മാത്രം പഠിക്കാൻ പറ്റിയ രണ്ട് അടിപൊളി കോളേജുകളാണ് ഇവ. അപ്പോൾ മിറാണ്ട ഹൗസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948 ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ DUയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ്. അതേപോലെ തന്നെ NIRFന്റെ റാങ്കിങ്ങിൽ നമ്പർ 1 കുറേ കാലമായിട്ട് ഒന്നാം സ്ഥാനം നിൽക്കുന്ന കോളേജാണ്. അത് മാത്രമല്ല നമ്മുടെ 2023 വരെ തന്നെ ടോപ്പ് പൊസിഷൻ നിൽക്കുന്ന കോളേജാണ്. ടയർ 1 കോളേജാണ്. ഗോൾഡ് സ്റ്റാൻഡ് ഫോർ സയൻസ് ആൻഡ് ആർട്സ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ തന്നെ സയൻസും ആർട്സും കൊടുക്കുന്ന കോളേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കോളേജ് ആട്ടോ. അതേപോലെ ഗ്രീൻ എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ്. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസും സയൻസ് ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന കോഴ്സുകൾ BA കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഫിലോസഫി, സംസ്കൃത്, ജിയോഗ്രഫി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് അടക്കമുള്ള ഇതിൻ്റെ ഹോണേഴ്സ് കോഴ്സുകൾ എവിടെ അവൈലബിൾ ആണ്? മിറാണ്ട ഹൗസ് കോളേജിൽ അവൈലബിൾ ആട്ടോ. ഈ BSc കുട്ടികൾ, അതായത് സയൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, ലൈഫ് സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് ഇതിൻ്റെയും ഹോണേഴ്സ് കോഴ്സുകൾ എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. ഈ BA പ്രോഗ്രാം കോഴ്സ് നമ്മളിങ്ങനെ ഡബിൾ മെയിൻ ആയിട്ട് ചില കോഴ്സുകൾ വരുന്നുണ്ട്. അത് ഹിസ്റ്ററി പ്ലസ് ഫിലോസഫി, ഹിസ്റ്ററി പ്ലസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇത്രയും കോഴ്സുകൾ എവിടെ അവൈലബിൾ ആണ്? മിറാണ്ട ഹൗസ് കോളേജിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ലേഡി ശ്രീറാം കോളേജിലേക്ക് നമ്മൾ വരുമ്പോൾ 1956 എന്ത് ചെയ്തത്? ഈ ഒരു കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതും DUവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സ്ട്രോങ് ഇൻ ആർട്സ്, കൊമേഴ്സ് ആൻഡ് സോഷ്യൽ സയൻസിൽ, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ സെറ്റായി തരുന്ന കോളേജാണ്. ഒരുപാട് നല്ല ബെറ്റർ അലൂമിനി ഉള്ള ഒരു കോളേജാണ്. അത് മാത്രമല്ല നല്ല അഡ്മിഷനൊക്കെ ഇവിടെ കുറച്ചൊരു കോമ്പറ്റീഷൻ കൂടുതലാട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുന്ന കാര്യം ഉറപ്പ് വരുത്തണം. അതായത് ഓവറോൾ കോളേജിൽ എന്താണ് 10th പൊസിഷനാണ് ഇവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല കൊമേഴ്സിൻ്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ 4th പൊസിഷനിലും ഹ്യൂമാനിറ്റീസിൻ്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ 4th പൊസിഷനിലാണ്. ഇന്ത്യയിൽ തന്നെ ടോപ്പ് 3 ആർട്സ് കോളേജ് വരുന്ന ഒരു കോളേജാണ്. ഏത് കോളേജ്? ലേഡി ശ്രീറാം കോളേജ്. ഇവിടുത്തെ കോഴ്സുകൾ വരുന്നത് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും അതേപോലെ കൊമേഴ്സ് സ്റ്റുഡൻസിനാണ്. BCom ഹോണേഴ്സ് ഇവിടെയുണ്ട്. BA എക്കണോമിക്സ് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ജേർണലിസം, പിന്നെ BA ഹോണേഴ്സിനുണ്ട് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും കോഴ്സുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ രണ്ട് കോളേജ് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഹൈ റാങ്ക്ഡ് കമ്പനീസ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ കമ്പനീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി കിട്ടാനുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഡിലോറ്റേറ്റ്, KPMG, EY പോലെയുള്ള വേൾഡ് ലെവൽ റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് ആളുകളെ ഹയർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ പ്ലേസ്മെന്റ് സെൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പഠനം മാത്രമല്ല, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസ്, മ്യൂസിക്, ഡ്രാമ, ഡിബേറ്റ്, ഓണ്ടർപ്രണർഷിപ്പിനൊക്കെ ഉള്ള പിന്നെ കൾച്ചർ സൊസൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല രീതിയിലെ കോളേജ് ഇവന്റുകൾ, ആനുവൽ ഫെസ്റ്റും ഇന്റർ കോളേജ് ഫെസ്റ്റും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല ക്യാമ്പസ് എൻവയോൺമെന്റ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ വിമൻ എംപവർമെന്റ് അല്ലെ, വിമൻ ഓൺലി കോളേജ് അല്ലെങ്കിൽ വിമൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഒരു വിമൻ എംപവർമെന്റ് വേണ്ട, സ്ത്രീകൾക്ക് വേണ്ടി കുറച്ചും കൂടി കാര്യങ്ങൾ ഊന്നി പറയുന്ന ഒരു കോളേജ് കൂടിയാണ് ഈ രണ്ട് കോളേജുകളും. അത് മാത്രമല്ല ഇവിടുത്തെ ലീഡർഷിപ്പ് ആൻഡ് എക്സ്പോഷർ ഓപ്പർച്യൂണിറ്റീസ് അടിപൊളിയാണ്. അത് മാത്രമല്ല ഇവിടുന്ന് നല്ല രീതിയിൽ മെന്റർ സപ്പോർട്ട്, പിന്നെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു കോളേജിൽ കൂടുതലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ക്രാക്ക് ചെയ്യണം? CUT ക്രാക്ക് ചെയ്യണം. അപ്പോൾ CUTയുടെ ബാച്ച് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർച്ച് 29 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CUTയുടെ ഓൺലൈൻ ക്രാഷ് ബാച്ച് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് യോധ എൻ ക്രാഷ് എന്നാണ്. ഇതിൻ്റെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് എന്ത് കിട്ടും? അഡ്മിഷൻ കിട്ടും. അപ്പോൾ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? CUT ക്രാഷ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബാച്ചാണ് എന്ത്? നമ്മുടെ CUTയുടെ ബാച്ച്. ഈ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ സെറ്റാക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഈ ഒരു ബാച്ചുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോ? നോക്കി വെച്ചോ. കാരണം നിങ്ങൾക്ക് ലേഡി ശ്രീറാം കോളേജ് ആണെങ്കിലും അതേപോലെ തന്നെ ഏതൊരു കോളേജ്, നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് ടോപ്പ് ലെവൽ കോളേജ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ CUT എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും എഡ്യൂപോയിന്റ് ബാച്ചിൽ അവൈലബിൾ ആണ്. സോ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കമന്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.